So hello everyone, welcome to another session of representation theory. ഇന്നത്തെ സെഷനിൽ നമ്മൾ തേർഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ക്യാരക്ടറിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മളുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ജി ഉണ്ട് ഓഫ് ഓർഡർ സ്മോൾ ജി. ഓക്കെ, ഇനി എച്ച് എന്ന് പറയുന്നത് അതിന്റെ സബ് ഗ്രൂപ്പ് ആണ്, അതിന്റെ ഓർഡർ സ്മോൾ എച്ച് ആണ്. അപ്പോൾ ജി ബൈ എച്ചിന്റെ ഓർഡർ എന്താണോ, ജി ബൈ എച്ചിന്റെ ഓർഡർ എന്താണോ അതാണ് അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജിന്റെ ഓർഡർ സ്മോൾ ജി, എച്ചിന്റെ ഓർഡർ എച്ച് സ്മോൾ എച്ച്. അപ്പൊ എൻ ഇസ് ഈക്വൽ ടു ജി ബൈ എച്ച് ആയിരിക്കും അതിന്റെ ഇൻഡെക്സ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന്റെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഹോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ജിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ബി ഓഫ് യു നമ്മൾ കൺസിഡർ ചെയ്യാണ് വേർ യു എലമെന്റ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ചിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണെന്ന് കൺസിഡർ ചെയ്യാണ് ഓഫ് ഡിഗ്രി ക്യൂ. ഓക്കെ, റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ ബി ഓഫ് യു ഇൻറ്റു ബി ഓഫ് ബി എന്ന് പറയുന്നത് ബി ഓഫ് യു ഇൻറ്റു ബി ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ് ഗ്രൂപ്പിലേക്ക്. അപ്പോൾ ബി ഓഫ് യു എന്ന് പറയുന്നത് വേറെ യു എലമെന്റ് ഓഫ് എച്ച്. ഇനി എക്സ് എന്ന് പറയുന്നത് എച്ചിലെ എലമെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ബി ഓഫ് എക്സിന്റെ വാല്യൂം എന്താണ്? 0 ആയിട്ട് അസൈൻ ചെയ്യാം. അപ്പൊ ഇത് 0 ആയിട്ട് അസൈൻ ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു റെപ്രസെന്റേഷൻ ആയിട്ട് കിട്ടില്ല. കാരണം എല്ലാ റെപ്രസെന്റേഷനിലും എന്തായിരിക്കും? നോൺ സിംഗുലർ മെട്രിസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെപ്രസെന്റേഷൻ എച്ച് എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമ്മൾ ജിനെ അതിന്റെ കോസറ്റ് ഡീകമ്പോസിഷൻ എഴുതിയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മളൊരു മെട്രിക്സ് എ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാണ് ഓഫ് ഡിഗ്രി ക്യൂ എൻ. അതൊരു എൻ ബൈ എൻ മെട്രിക്സ് ആണ്. ഓരോ ബ്ലോക്കിന്റെയും ഡിഗ്രി ക്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോവാണ്. എ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബി ഓഫ് ടി എക്സ് ടി ഇൻവേഴ്സ്. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സ് എവിടുത്തെ എലമെന്റ് ആണ്? ഗ്രൂപ്പിൽ എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടി എക്സ് ടി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എച്ചില് എലമെന്റ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ എ ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് ടി വൺ എക്സ് ടി വൺ ഇൻവേഴ്സ്, ബി ഓഫ് ടി വൺ എക്സ് ടി ടു ഇൻവേഴ്സ്, ആ രീതിയിൽ നമ്മളൊരു മെട്രിക്സ് എ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാം. അപ്പോ ഇതൊരു റെപ്രസെന്റേഷൻ ആണ്. ഇതൊരു റെപ്രസെന്റേഷൻ ആണ് എന്ന് കണ്ടെത്തിയ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു ഫ്രോബീനിയസ്. ഓക്കെ, അപ്പൊ ഇത് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എ ഓഫ് എക്സ് ഇൻറ്റു എ ഓഫ് വൈ ഈക്വൽ ടു എ ഓഫ് എക്സ് വൈ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിന്റെ രണ്ട് സൈഡും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബി ഓഫ് ടി ഐ എക്സ് വൈ ടി ഇൻവേഴ്സ്, അതായത് ഇതൊരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ കോമ്പണന്റും ഈ മെട്രിക്സിലുള്ള ഓരോ എലമെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ബി ഓഫ് ടി ഐ എക്സ് വൈ ടി ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to n ബി ഓഫ് ടി ഐ എക്സ് ടി ആർ ഇൻവേഴ്സ് ഇൻറ്റു ബി ഓഫ് ടി ആർ ബൈ ടി ജി ഇൻവേഴ്സ് നോട് ഈക്വൽ ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് വെക്കാം, ബി ഓഫ് ടി ഐ എക്സ് വൈ ടി ജി ഇൻവേഴ്സ് അല്ലേ, നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ടി ഐ എക്സ് എടുത്തു, അതിനുശേഷം ഒരു ടി ആർ ഇൻവേഴ്സ് വന്നു, ഇനി ടി ആർ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ടി ആറും വേണം. അപ്പൊ ഇവിടെ ഒരു ടി ആർ വന്നു, അതിനുശേഷം ബൈ ടി ജെ ഇൻവേഴ്സ് വന്നു. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി ഈ ടി ഐ എക്സ് വൈ ടി ജെ ഇൻവേഴ്സ് എച്ചിലെ എലമെന്റ് അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും? 0 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഏതൊരു ആർ എടുത്താലും, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എടുത്താലും either ടി ഐ എക്സ് ടി ആർ ഇൻവേഴ്സ് എച്ചിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടി ആർ ബൈ ടി ജെ ഇൻവേഴ്സ് എച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു അസംഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എച്ചില് എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടി ഐ എക്സ് വൈ ടി ജെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എച്ചിലെ എലമെന്റ് ആണ് കിട്ടും. അത് നമ്മളുടെ ഹൈപ്പോതെസിസിന്
കോൺട്രഡിക്റ്റ് ചെയ്യും. അതുകൊണ്ട് രണ്ട് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ട് സൈഡും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ ബി എന്ന് പറയുന്നത് ടി ഐ എക്സ് ബൈ ടി ജെ ഇൻവേഴ്സ് എച്ചിലെ എലമെന്റ് ആയിട്ട് എടുക്കും. അങ്ങനെയാണെങ്കിൽ ടി ഐ എക്സ് എന്ന് പറയുന്നത് റൈറ്റ് കോസെറ്റില് എലമെന്റ് ആയിരിക്കും. നമുക്കൊരു എച്ച് ടി എസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ടി ഐ എക്സ് എന്ന് പറയുന്നത് എച്ച് ടി എസിലെ എലമെന്റ് ആണ്. അപ്പൊ യു എന്ന് പറയുന്നത് ടി ഐ എക്സ് ടി എസ് ഇൻവേഴ്സ് എച്ചിലെ എലമെന്റ് ആണ്. അപ്പൊ ഈ ടേം എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു എസ് ആവുന്ന സമയത്ത് അത് നോൺ സീറോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ബി ഓഫ് യു ഇൻറ്റു ബി ഓഫ് യു ഇൻവേഴ്സ് പി എന്ന് പറയുന്നത് ബി ഓഫ് ബി ആണെന്ന് പറയും. സോ ഇക്വാലന്റ്ലി നമുക്ക് ബി എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ബി ഒരു റെപ്രസെന്റേഷൻ ഓഫ് എച്ച് ആയതുകൊണ്ട് എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് ഐ എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സാക്ട്ലി ഒരു ബ്ലോക്ക് ആയിരിക്കും അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷനിൽ നോൺ സീറോ ആയിട്ട് ഉണ്ടാവും. അതേപോലെ ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് ജി എടുത്താലും ഒരു ബ്ലോക്ക് ആയിരിക്കും നോൺ സീറോ ആയിട്ട് ഉണ്ടാവും. അപ്പൊ എ ഓഫ് എക്സിനെ നമുക്ക് എന്ത് പറയാം? പെർമിറ്റേഷൻ മെട്രിക്സിന്റെ ഒരു ജനറലൈസേഷൻ ആയിട്ട് പറയാം. എന്തുകൊണ്ടാന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു പെർമിറ്റേഷൻ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഏത് റോ എടുത്താലും അതിൽ ഒരു നോൺ സീറോ എൻട്രി ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ ഏത് കോളം എടുത്താലും ഒരു നോൺ സീറോ എൻട്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനി എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിയില് എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. ആൻഡ് നമുക്ക് ഈ എ ഓഫ് എക്സിന് എന്ത് പറയാം? ഇറ്റ് ഈസ് ബീൻ ഇൻഡ്യൂസ്ഡ് ബൈ ദ റെപ്രസെന്റേഷൻ ബി ഓഫ് യു ഓഫ് എച്ച്. എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന്റെ ഒരു റെപ്രസെന്റേഷനെ നമ്മൾ എന്ത് ചെയ്തു? ജി എന്ന് പറയുന്ന ആ ഹോൾ ഗ്രൂപ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ നമുക്ക് പറയാം എ ഓഫ് എക്സ് എച്ചില് ഇൻഡ്യൂസ് ചെയ്ത റെപ്രസെന്റേഷൻ ആണെങ്കിൽ ബി എന്ന് പറയാം. ഓക്കെ, ആൻഡ് അതിന്റെ ക്യാരക്ടറിനെ നമുക്ക് ഫൈ ഓഫ് യു എന്ന് വിളിക്കാം. ഫോർ എക്സ് നോട്ട് എലമെന്റ് ഓഫ് എച്ച് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ക്യാരക്ടറിനെ നമ്മൾ അതിന്റെ ഇൻഡ്യൂസ്ഡ് ക്യാരക്ടർ എന്ന് പറയും. നിങ്ങൾ ഇതിന്റെ ഒരു എന്താണ് ഇൻഡ്യൂസ്ഡ് ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ എന്താണ് ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ, എന്താണ് ഇൻഡ്യൂസ്ഡ് ക്യാരക്ടർ, അത്രയും നമുക്ക് ഇവിടെ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എ ഓഫ് എക്സ് അത് എന്ത് ഫോമിലായിരിക്കും ഉണ്ടാവുക? ബി ഓഫ് എക്സ് ഇങ്ങനെയാണെങ്കിൽ എ ഓഫ് എക്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? അത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇത്രയും എക്സ്പ്ലനേഷൻസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്താണ് ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ? ഒരു the representation A of x of G is said to have been induced by the representation B of U of H. അപ്പോൾ ഒരു സബ് ഗ്രൂപ്പിന്റെ ഒരു റെപ്രസെന്റേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ ആ ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൈ ഓഫ് യു ബി ഓഫ് യുവിന്റെ ആ ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ ഫൈ ഓഫ് യു എന്ന് വിളിക്കുന്നത്. Okay, the character of A of x is called the induced character of phi. Phi ന്റെ induced character ആണ് എന്ത്? A of x ന്റെ character എന്ന് പറയുന്നത്. അതായത് B ന്റെ character ആണ് phi. അപ്പൊ phi ന്റെ induced character ആണ് phi. Okay, A ന്റെ character എന്ന് പറയുന്നത് എന്താണ്? phi ന്റെ induced character ആണ്. സോ ഫൈ ജി. അപ്പൊ ഫൈ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൈ എന്ന് പറയുന്നത് ജിന്റെ ഒരു സബ് ഗ്രൂപ്പിന്റെ ക്യാരക്ടർ ആണ്. ആ സബ് ഗ്രൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ ആണ് എന്ത്? ഫൈ ജി. അപ്പൊ ഇതിന്റെ ട്രേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, ഈ എ ഓഫ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? ഓക്കെ, കാരണം നമ്മൾ ബി യു എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ടല്ലേ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുമ്പോൾ ബി ഓഫ് ടി ഐ എക്സ് ടി ജെ ഇൻവേഴ്സ് എന്നുള്ളതായിരിക്കും ഇതിന്റെ ഒരു ജനറൽ ഫോം. ഓക്കെ, ഇതിൽ എലമെന്റ്സ്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എങ്ങനെയാണ് ഉള്ളത് എന്നൊന്ന് നോക്കുക. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ ട്രേസ് എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും.
ട്രേസ് എന്ന് പറയുന്നത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n phi ഓഫ് ടി ഐ എക്സ് ടി ഐ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് ടിന്റെയും ടി ഇൻവേഴ്സിന്റെയും സഫിക്സ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഇത്രയാണ് ഇതിന് ട്രേസ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്താണ് ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ, ഇൻഡ്യൂസ്ഡ് ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് ക്യാരക്ടർ ഫൈ ജി നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ S1 S2 എക്സെട്ര എസ് എന്ന് പറയുന്ന ട്രാൻസ്ഫേഴ്സിൽ എടുത്തു. ട്രാൻസ്ഫേഴ്സിൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എസ് ഐ ഈക്വൽ ടു യു ഐ ടി ഐനെ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നു. ഒരു U1 U2 എക്സെട്ര UN ആർ സ്യൂട്ടബിൾ എലമെന്റ്സ് ഓഫ് H. ഓക്കെ, അതായത് ഒന്നൊന്നിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ്ഫേഴ്സൽ ആണെന്ന് പറയാം. ഇപ്പൊ ഇത് യൂസ് ചെയ്ത് നമുക്ക് എസ് ഐ എക്സ് എസ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എസ് ഐ എന്ന് പറയുമ്പോൾ യു ഐ ടി ഐ, ഇനി എക്സ് വന്നു എസ് ഐ ഇൻവേഴ്സ് ടി ഐ ഇൻവേഴ്സ് യു ഐ ഇൻവേഴ്സ്. ഇത് എവിടെയുണ്ട്? എച്ചിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ടി ഐ എക്സ് ടി ഇൻവേഴ്സും നമുക്ക് വരാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് ഈ രണ്ട് എലമെന്റ്സിന്റെ, അതായത് എസ് ഐ എക്സ് എസ് ഐ ഇൻവേഴ്സിന്റെയും ടി ഐ എക്സ് ടി ഐ ഇൻവേഴ്സിന്റെയും ഈ രണ്ട് എലമെന്റ്സും കോൺജുഗേറ്റ്സ് ആണ്. നമുക്കറിയാം കോൺജുഗേറ്റ്സിന് സെയിം ക്യാരക്ടർ ആണ് ഉള്ളത്. ഇനിയിപ്പോ ഈ എസ് ഐ എക്സ് എസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന എച്ചിലില്ല, നൈദർ ഡസ് ഇതും എച്ചിലില്ല. ഓക്കെ, ഇറ്റ്സ് ട്രിവിയലി സാറ്റിസ്ഫൈഡ് ബിക്കോസ് എന്തായിരിക്കും, ഇപ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റ് എച്ചിലെ എലമെന്റ് അല്ലെങ്കിൽ അടുത്ത ആൾ എവിടെ ഉണ്ടാവില്ല? എച്ചിലെ എലമെന്റ് ആയിരിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് സം എടുക്കുക. അപ്പൊ നമുക്ക് 5g ഓഫ് എക്സിന് നമ്മൾ ജസ്റ്റ് ആ വേരിയബിൾ മാറ്റി എഴുതിയേ ഉള്ളൂ. ഓക്കെ, 5g ഓഫ് എക്സിന് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n phi ഓഫ് എസ് ഐ എക്സ് എസ് ഐ ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. പിന്നെ എച്ചിലൊരു ആർബിട്രറി എലമെന്റ് യു എടുത്തു. അപ്പൊ നമുക്ക് എസ് ഐനെ യു ഇൻറ്റു ടി ഐ എഴുതാൻ പറ്റും. ഇനി ഡെഫിനീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n phi ഓഫ് യു ഐ യു ഇൻറ്റു ടി ഐ എക്സ് ടി ഐ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് നമുക്ക് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഓവർ എച്ച് നമ്മൾ അതിനെ സം ചെയ്യാം. ഓവർ എച്ച് സം ചെയ്യുന്ന സമയത്ത് എച്ച് ഇൻറ്റു 5g ഓഫ് എക്സ്. ഓക്കെ, കാരണം നമ്മൾ ഓവർ എച്ച് സം ചെയ്യല്ലേ. അപ്പൊ എച്ച് ഇൻറ്റു 5g ഓഫ് എക്സ് എന്ന് പറഞ്ഞ് സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി 5 ഓഫ് y x inverse എന്ന് കിട്ടും. So 5g of x equal to 1/h into sigma y element of g 5 of y x y inverse. ഇത് മാത്രം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു റിസൾട്ടാണ്. ഓക്കെ, നമ്മൾ ഇൻഡ്യൂസ്ഡ് ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോഴേക്ക് ഇതിനെ കുറിച്ചായിരിക്കും പറയാം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സി ആൽഫ എന്ന് പറയുന്ന കോൺജുഗസി ക്ലാസ് എടുക്കുമ്പോൾ അതിലെങ്ങനെയാണ് ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഈ കോൺജുഗസി ക്ലാസ്സിലെ ഒരു എലമെന്റ് ആണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ആൽഫ ജി എന്ന് പറയുന്നത് 5g ഓഫ് എക്സ് ആയിരിക്കും. നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫൈ ആൽഫ ജി, സി ആൽഫ എന്ന് പറഞ്ഞ കോൺജുഗസി ക്ലാസ്സിലെ ഒരു എലമെന്റ് എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈ ആൽഫ ജി എന്ന് പറഞ്ഞ 5g ഓഫ് എക്സ് ആണ്. ഓക്കെ, ഈ ഫൈ ആൽഫ ജി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ആൽഫ ഡിനോട്ട് ചെയ്യുന്നത് സി ആൽഫ എന്ന് പറയുന്ന കോൺജുഗസി ക്ലാസ്സിലെ ഒരു എലമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അണ്ടർ ദിസ് ക്യാരക്ടർ 5g, സോ 5g ഓഫ് എക്സ്. അപ്പൊ അങ്ങനെ നമുക്ക് എച്ച് ആൽഫ ഡിസ്റ്റിങ്ക്ട് കോൺജുഗേറ്റ്സ് ഓഫ് എക്സ് നമുക്ക് കിട്ടും. ഈ എച്ച് ആൽഫ എന്ന് പറയുന്നത് കോർഡിനാലിറ്റി ഓഫ് സി ആൽഫ ആണ്. ആസ് y runs through g, നമുക്ക് വൈ എക്സ് വൈ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് എപ്പോഴും കോൺജുഗേറ്റ് ആയിരിക്കും വിത്ത് എക്സ് ഇൻ ജി, പക്ഷെ ഇത് ഡിസ്റ്റിങ്ക്ട് ആവണമെന്ന് നിർബന്ധം. ഇനി y1 x y1 ഇൻവേഴ്സ് ഈക്വൽ ടു y2 x y2 ഇൻവേഴ്സ് ആണെങ്കിൽ y1 ഇൻവേഴ്സ് y2 എന്ന് പറയുന്നത് എക്സുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പ്രൂഫിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സെൻട്രലൈസർ എന്താണെന്ന് നോക്കാം. The set of all elements of G that commute with X is called the centralizer of X in G, a subgroup of G denoted by Zx. Centralizer എന്ന് പറയുമ്പോൾ Zx ആണ്. ഓക്കെ,
സെൻട്രലൈസർ നമ്മളിപ്പോ ഏറ്റവും നമ്മൾ ഏതൊരു കാര്യത്തിലും അതിന്റെ സെന്റർ, ഇപ്പൊ നമ്മളൊരു സ്പ്രിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ ആണ് ഇമ്പോർട്ടന്റ്. കാരണം ആ ഒരു സെന്ററിന്റെ ബലത്തിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുക. സോ നമ്മള് സെൻട്രൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓൾജിബ്രയില് അതേപോലെ ഓൾജിബ്രയില് പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. സെൻട്രലൈസർ എന്ന് പറയുമ്പോൾ ആ എലമെന്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിന്റെയും കളക്ഷൻ. ഇത് ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതിനെ നമ്മൾ ZX എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ZX എന്ന് പറയുമ്പോൾ എക്സും ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എല്ലാ എലമെന്റ്സിന്റെയും കളക്ഷൻ. അപ്പൊ നമ്മള് y1 ഇൻവേഴ്സ് y2 ZX-ലെ എലമെന്റ് ആണ്. അതായത് y1 ZX ഈക്വൽ ടു y2 ZX. അപ്പൊ നമുക്ക് എക്സിന്റെ കോൺജുഗേറ്റ്സ് ആയിട്ടും ലെഫ്റ്റ് കോസെറ്റ്സ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 1-to-1 കറസ്പോണ്ടൻസ് പറയാൻ പറ്റും. ഇനി H ആൽഫ എന്ന് പറയുന്നത് G ZX ആണ്. ഇനി ZX ഇൻ G എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ എലമെന്റ്സിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് phi ആൽഫ G ഓഫ് X എന്ന് പറയുന്നത് G by H into H alpha into sigma Z element of C alpha phi of Z. Okay, which is equal to N by H alpha. കാരണം ഈ G by H എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇൻഡെക്സ് ആണ്, ഈ കോൺജുഗേസി ക്ലാസിന്റെ ഇൻഡെക്സ് ആണ്. സോ N by H alpha into sigma Z element of C alpha phi of Z ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ സിഗ്മ ഓഫ് X എന്ന് പറയുന്നത് H1 നമ്മൾ റൈറ്റ് റെഗുലർ റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഇനി ഇതിൽ നമ്മളൊരു സബ് ഗ്രൂപ്പ് എടുക്കുകയാണ്, ദാറ്റ് ഈസ് B ഓഫ് X എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഫിക്സ്ഡ് അണ്ടർ ദ ആക്ഷൻ ഓഫ് X ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതായത് G എന്ന് പറയുന്നത് ഒരു പെർമുട്ടേഷൻ റെപ്രസെന്റേഷൻ phi ഓഫ് X ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ phi ഓഫ് X എന്ന് പറയുന്നത്, അതായത് ആ റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫിക്സഡ് പോയിന്റ്സ് ഓഫ് phi ഓഫ് X മൈനസ് 1 ആയിരിക്കും. ആൻഡ് ഇത് ജിന്റെ ഒരു ക്യാരക്ടർ ആണ്. പോസിബിളി എന്തായിരിക്കും, കോമ്പൗണ്ട് ക്യാരക്ടർ ആയിരിക്കും. അതായത് ഒരു റെഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ ആയിരിക്കും. അതായത് ജി ഒരു പെർമുട്ടേഷൻ റെപ്രസെന്റേഷൻ phi ഓഫ് X ഓഫ് ഡിഗ്രി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ phi ഓഫ് X എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പെർമുട്ടേഷൻ എത്ര എലമെന്റ്സിന് X എന്ന് പറയുന്ന എലമെന്റ് എത്ര ഫിക്സ് ചെയ്യുന്നു, എത്ര ഫിക്സഡ് പോയിന്റ്സ് ഉണ്ടോ അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ പെർമുട്ടേഷൻ ക്യാരക്ടർ phi ആയിട്ട് എടുത്തു, അത് കോമ്പൗണ്ട് ആയിട്ട് എടുത്തു, n ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കോൺജുഗേസി ക്ലാസ് C1നെയും ഇന്നർ പ്രോഡക്റ്റ് psi θ1 ആയിട്ട് ഡിഫൈൻ ചെയ്യും, which is equal to 1 by G into sigma alpha equal to 1 to G H alpha psi alpha ആയിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ psi എന്ന് പറഞ്ഞ C1 θ1 പ്ലസ് C2 θ2 പ്ലസ് എക്സെട്ര. അപ്പൊ C1 എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. ആൻഡ് psi മൈനസ് psi1 ഈക്വൽ ടു C1 മൈനസ് 1 psi1 പ്ലസ് C2 psi2 എക്സെട്ര. ഇതെന്ന് പറയുന്നതും എന്തായിരിക്കും, ഒരു ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് റെസിപ്രോസിറ്റി ലോ ആണ്. ഇത് ഈ ഒരു ടോപ്പിക്കിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെസിപ്രോസിറ്റി ലോ. The process of induction raises the character of a subgroup H into a character of നമ്മളിവിടെ സബ് ഗ്രൂപ്പിന്റെ ക്യാരക്ടർ എന്ത് ചെയ്യാണ്, ഗ്രൂപ്പിന്റെ ക്യാരക്ടർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റേസ് ചെയ്യാണ്. There is a trivial operation that works in opposite direction. If A of X is a representation of G, then by restricting X to elements of H, we obtain a representation A of U of H. നമ്മൾ H-നെ G ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇനി G-നെ H ആയിട്ട് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. A of U into A of V equal to A of UV for all UV element of H.
ഇതിന്റെ ക്യാരക്ടർ 5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കാം, നമ്മൾ വലുതാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? 5G എന്നാണ് ഡിനോട്ട് ചെയ്യുക. മുകളിലാണ് വലുതാക്കുകയാണെങ്കിൽ മുകളിലാണ് അത് എഴുതുക. ഓക്കെ, നമ്മൾ ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ. ഇനി നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിലോ നമ്മൾ താഴെയാണ് എഴുതുക. റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമ്മൾ താഴ്ന്നു പോയി. ഇപ്പൊ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ 5H എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ 5H ഓഫ് യു എന്ത് ചെയ്യാണ്? 5 ഓഫ് യു വേർ യു എലമെന്റ് ഓഫ് H ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ ഈ രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ചില പ്രോപ്പർട്ടീസ് ഒന്നും പ്രിസർവ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇറിഡ്യൂസിബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അപ്പൊ ഗ്രൂപ്പിലെ ക്യാരക്ടർ ഇറഡ്യൂസിബിൾ ആണ്, റെപ്രസെന്റേഷൻ ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് എച്ചിൽ അത് എന്താവണമെന്നില്ല, ഇറഡ്യൂസിബിൾ ആണെന്ന് നിർബന്ധമില്ല. Thus it may happen that while A of X is an irreducible representation of G, the set of all matrices A of U where U element of H is reducible over the ground plane. When dealing with inner products, we must now indicate the group which is involved. Okay, അപ്പൊ അതുകൊണ്ട് നമ്മൾ inner product psi അതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇന്നർ പ്രോഡക്റ്റ് സിഗ്മ കോമ റോ ജി എന്ന് പറയുന്നത് 1/g ഇൻറ്റു സിഗ്മ എക്സ് എലമെന്റ് ഓഫ് ജി സിഗ്മ ഓഫ് എക്സ് ഇൻറ്റു സിഗ്മ കോൺജുഗേറ്റ് ഓഫ് എക്സ്. ഇപ്പൊ നമ്മൾ ഇതിനി എച്ചിലോട്ട് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ജി ആവുന്ന സമയത്ത് ഇവിടെ ജിന്റെ കാർഡിന് ഡിഗ്രി എന്താണോ അതായിരിക്കും വരിക. ഇവിടെ എച്ച് ആയതുകൊണ്ട് 1/h ഇൻറ്റു ഈ ഓവർ സമ്മേഷൻ എടുക്കുന്ന സമയത്ത് എക്സ് എലമെന്റ് ഓഫ് ജി ആയിരുന്നു, ഇവിടെ സമ്മേഷൻ എടുക്കുന്ന സമയത്ത് യു എലമെന്റ് ഓഫ് എച്ച് ആണ്. ഇത് നമുക്ക് ആലോചിച്ച് വെക്കാൻ എളുപ്പമാണ്. ഓക്കെ, the process of induction and restriction are linked by the result. ഇപ്പൊ നമ്മൾ ഇൻഡക്ട് ചെയ്യുന്നതും റെസ്ട്രിക്ട് ചെയ്യുന്നതും ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. അപ്പൊ അതിന് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു തിയറം നോക്കാൻ പോവാണ്, റെസിപ്രോസിറ്റി തിയറം ഓഫ് ഫ്രോബീനിയസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ എക്സാമിനും കുറെ ചോദിക്കുന്ന ഒരു പെർട്ടിക്കുലർ തിയറം ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മൾ 5G എന്താണ് 5H ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്, ആ ഒരു ഡെഫിനീഷൻ നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇപ്പൊ H എന്ന് പറയുന്നത് ജിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. Psi 5 എന്ന് പറയുന്നത് Hന്റെ ജിന്റെയും ക്യാരക്ടേഴ്സ് ആണ്. ഇന്നർ പ്രോഡക്റ്റ് Psi G 5G എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? Psi, 5H Hനോട് ഈക്വൽ ആണ്. നമ്മൾ ഈ ഡെഫിനേഷൻസ് ഒക്കെ ഒന്ന് നോക്കാൻ പോവാണ്. Psi G ഓഫ് എക്സ് എന്ന് പറയുന്ന 1/h ഇൻറ്റു സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ഫൈ ഓഫ് എക്സ് ബൈ എക്സ് ഫൈ ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. Psi G ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/h ആയിട്ടാണ്. ഓക്കെ, ഇൻറ്റു സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ഫൈ ഓഫ് ബൈ എക്സ് ഫൈ ഇൻവേഴ്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി Psi ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് കൊടുത്തു? 0 ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനി ഇസഡ് എച്ചിലെ എലമെന്റ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നർ പ്രോഡക്റ്റ് Psi G 5 എന്നും ജി എന്ന് പറയുന്നത് 1/g ഇൻറ്റു, കാരണം നമ്മൾ ജിയിലല്ലേ പറയുന്നത്, അപ്പൊ 1/g ഇൻറ്റു സിഗ്മ എക്സ് എലമെന്റ് ഓഫ് ജി Psi G ഓഫ് എക്സ് ഇൻറ്റു 5 കോൺജുഗേറ്റ് ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി 5G ഓഫ് എക്സ് എന്താണ് സംഭവം? 1/h ഇൻറ്റു Psi ഓഫ് ബൈ എക്സ് ഫൈ ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 1/gനെയും 1/hനെയും നമ്മൾ പുറത്തെടുത്തു, അപ്പൊ അതിനെ 1/gh എന്ന് കിട്ടും. അപ്പൊ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് GH ഇൻവേഴ്സ് എന്ന് എഴുതാൻ പറ്റും. GH ഇൻവേഴ്സ് into sigma x element of g y element of g psi of y x y inverse 5 conjugate of x ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ തിയറത്തിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഡെഫിനേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യും, എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അത്രയാണ് ഈ ഒരു പ്രൂഫിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു y ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇസഡിനെ
ഈ വൈ എക്സ് വൈ ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എക്സിന് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് എന്ന് പറയുന്നത് വൈ ഇൻവേഴ്സ് ഇസെഡ് വൈ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി എക്സ് എന്ന് പറയുന്നത് ആസ് ഇറ്റ് റൺസ് ത്രൂ ജി, എക്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? വൈയും ഇസെഡും മാറിക്കൊണ്ടിരിക്കും. കാരണം വൈ ഇവിടെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മള് ഇസെഡിന്റെ സമേഷൻ എടുക്കുകയാണ്. സോ ഇന്നർ പ്രോഡക്റ്റ് സൈ ജി ഫൈ ജി എന്ന് പറയുന്നത് ജി എച്ച് ഇൻവേഴ്സ് സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി സിഗ്മ ഇസെഡ് എലമെന്റ് ഓഫ് ജി സൈ ഓഫ് ഇസെഡ് ഫൈ കോൺജുഗേറ്റ് ഓഫ് വൈ ഇൻവേഴ്സ് ഇസെഡ് വൈ ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഇനി ഫൈ എന്ന് പറയുന്ന ജിന്റെ ഒരു ക്ലാസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താ പറയാം, ഫൈ ഓഫ് വൈ ഇൻവേഴ്സ് ഇസെഡ് വൈ എന്ന് പറയുന്നതും ഫൈ ഓഫ് വൈ എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എല്ലാ ടേംസും ഇൻഡിപെൻഡന്റ് ഓഫ് ഫൈ ആയിട്ട് കിട്ടി. സോ നമ്മളുടെ ഇന്നർ പ്രോഡക്റ്റ് സൈ ജി ഫൈ റെസ്ട്രിക്റ്റഡ് ടു ജി എന്ന് പറയുന്നത് ജി എച്ച് ഇൻവേഴ്സ് ഇൻറ്റു ജി സിഗ്മ ഇസെഡ് എലമെന്റ് ഓഫ് ജി. കാരണം ആ സമേഷൻ ഓവർ വൈ എലമെന്റ് ഓഫ് ജി എന്ന് പറയുന്നത് എന്തായി? സ്മോൾ ജി എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രി ആയി ഇൻറ്റു സിഗ്മ ഇസെഡ് എലമെന്റ് ഓഫ് ജി സൈ ഓഫ് ഇസെഡ് ഫൈ ഓഫ് ഇസെഡ് കോൺജുഗേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഓക്കെ, പിന്നെ ഈ ജി ഇൻവേഴ്സും ഈ ജിയും കൂടി പോയിട്ട് ഇവിടെ എച്ച് ഇൻവേഴ്സ് ആയി. എച്ച് ഇൻവേഴ്സ് ഇൻറ്റു സിഗ്മ ഇസെഡ് എലമെന്റ് ഓഫ് ജി സൈ ഓഫ് ഇസെഡ് ഇൻറ്റു ഫൈ ഓഫ് ഇസെഡ് കോൺജുഗേറ്റ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയാം സൈ എന്ന് പറയുന്നത് എപ്പോ വാനിഷ് ചെയ്യും? ഇസെഡ് എച്ചിൽ അല്ലെങ്കിൽ അത് വാനിഷ് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സമേഷന് നമുക്ക് എന്ത് ചെയ്യാം? എച്ചിലോട്ട് റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇന്നർ പ്രോഡക്റ്റ് സൈ ജി ഫൈ ജി ഈക്വൽ ടു എച്ച് ഇൻവേഴ്സ് സിഗ്മ ഇസെഡ് എലമെന്റ് ഓഫ് എച്ച് സൈ ഓഫ് ഇസെഡ് ഇൻറ്റു ഫൈ ഓഫ് ഇസെഡ് കോൺജുഗേറ്റ്. ഇറ്റ്സ് ഈക്വൽ ടു എച്ച് ഇൻവേഴ്സ് ഇൻറ്റു സിഗ്മ ഇസെഡ് എലമെന്റ് ഓഫ് എച്ച് സൈ ഓഫ് ഇസെഡ് ഇൻറ്റു ഫൈ എച്ച് ഓഫ് ഇസെഡ് കോൺജുഗേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. സോ ഇറ്റ്സ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് സൈ കോമ ഫൈ എച്ച് റെസ്ട്രിക്റ്റഡ് ടു എച്ച് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇത്രയാണുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഈ ഒരു റെസിപ്രോസിറ്റി തിയറം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൂഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ തന്നു നോക്കും. ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് റെസിപ്രോസിറ്റി തിയറം ഓഫ് ഫ്രോബീനിയസ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളോടത് പ്രൂവ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ എന്താണ് ഫൈ ജി ഓഫ്, എന്താണ് ഇൻഡ്യൂസ്ഡ് റെപ്രസെന്റേഷൻ, നമ്മൾ എങ്ങനെയായിരുന്നു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്ത്, ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടി പഠിക്കുമ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? വൈനെ ഫിക്സ് ചെയ്തു, ഇസഡിനെ വൈ എക്സ് വൈ ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അത്രയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നമുക്ക് ഓർത്തു വെക്കാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഹിൻസ് കിട്ടിയാൽ നമുക്ക് ആ ബാക്കി പ്രൂഫ് എഴുതാനായിട്ട് പറ്റും. ഇനി ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് A5 ആണ് ഉള്ളത്. അപ്പോ നമ്മൾ S5 എന്ന് പറയുന്ന സിമെട്രിക് ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് ഇതൊരു ഫുൾ സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് ഡിഗ്രി 5 ആണ്. A5 എന്ന് പറയുന്ന അതിന്റെ ഇൻഡെക്സ് സബ് ഗ്രൂപ്പ് ആണ് ഓഫ് ഇൻഡെക്സ് 2. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ കോൺജുഗസി ക്ലാസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കോൺജുഗസി ക്ലാസ് എങ്ങനെയാണ് കിട്ടിയത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോൺജുഗസി ക്ലാസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒന്നുകൂടി ഒന്ന് റീകോൾ ചെയ്യാം. ഇപ്പം നമുക്ക് അറിയാം കോൺജുഗസി ക്ലാസ്സിൽ എത്ര എലമെന്റ് ഉണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആൽഫ ഈക്വൽ ടു സി
n factorial divided by 1 raised to alpha 1 into alpha 1 factorial 2 raised to alpha 2 into alpha 2 factorial etc. n raised to alpha n into alpha n factorial. ഇതായിരിക്കും ഓരോ കോൺജുഗേസി ക്ലാസ്സിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഈ A5 എന്ന് പറയുമ്പോൾ ഈവൻ പെർമുട്ടേഷൻ ഗ്രൂപ്പ് ആണല്ലോ. ഇനി 1 എടുക്കുമ്പോൾ എത്ര 1 സൈക്കിൾ ഉണ്ടാവും? 5 സൈക്കിൾ ഓഫ് 1 ഡിഗ്രി 1 ഉണ്ടാവും. ഓക്കെ, ഡിഗ്രി 1 ഉള്ള 5 സൈക്കിൾ ആണ്. അപ്പൊ ഇതിൽ എത്ര എലമെന്റ് ഉണ്ടാവും? H1 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരു ഡിഗ്രി ഉള്ള 5 സൈക്കിൾ ഉണ്ട്. അപ്പോൾ ആൽഫ 1 ആൽഫ 2 എന്നൊക്കെ പറയുന്നത് എത്ര സൈക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. 1 raised to 5 into 5 ഫാക്ടോറിയൽ ആയിരിക്കും വരും. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ 1 2 3 4 എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? 1 2 3 4 എന്ന് പറയുമ്പോൾ 4 എലമെന്റ് ആയി. ഇനി ഒരു എലമെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 2 സൈക്കിൾസ് ഓഫ് ഡിഗ്രി 2 സൈക്കിൾസ് ഓഫ് ഡിഗ്രി 2 ഉണ്ട്. അതേപോലെ ഒരു സൈക്കിൾ ഓഫ് ഡിഗ്രി 1 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ H2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഒരു ഡിഗ്രിയുള്ള എത്ര സൈക്കിൾ ഉണ്ട്? ഒരു സൈക്കിൾ ഉണ്ട്. അപ്പൊ 1 raised to 1 into 1 ഫാക്ടോറിയൽ. ഇനി 2 ഡിഗ്രിയുള്ള 2 സൈക്കിൾ, അപ്പൊ 2 raised to 2 into 2 ഫാക്ടോറിയൽ. സോ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ it will be 120 divided by 2 square into 2 8 ആയിരിക്കും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 15. ഓക്കെ, ഇതേപോലെ നമുക്ക് H1 H2 H3 അങ്ങനെ ഓരോ കോൺജുഗസി ക്ലാസ്സിലുള്ള എലമെന്റ്സ് ഈ ഒരു പെർട്ടിക്കുലർ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്നതാണ്. ഓർമ്മയില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി റീകോൾ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ സി സ്റ്റാറിൽ എന്താണ് 1 എന്ന് പറയുമ്പോൾ കോൺജുഗസി ക്ലാസ്സിൽ ഒരു എലമെന്റ്, 1 2 3 4 എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 15 ആണ്. ഇനി 1 2 3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 3 സൈക്കിൾ ആയിട്ടുള്ള ഒരു 3 സൈക്കിൾ ഉണ്ടാവും. പിന്നെ ബാക്കി 1 സൈക്കിൾ എത്ര എണ്ണം ഉണ്ടാവും? 2 1 സൈക്കിൾസ് ഉണ്ട്. ഇനി 1 2 3 4 5 എന്ന് പറയുമ്പോൾ ഒരു 5 സൈക്കിൾ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സും വൈയും ജിയിലെ എലമെന്റ് ആണ്. അത് കോൺജുഗേറ്റ് ഇൻ എസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ടി ഇൻവേഴ്സ് എക്സ് ടി ഈക്വൽ ടു y നെ ഡിഫൈൻ ചെയ്യാം. ബട്ട് ടി ഇസ് എ പെർമുട്ടേഷൻ ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഓഡ് പെർമുട്ടേഷനുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. എസ് ഇൻവേഴ്സ് എക്സ് എസ് എന്ന് പറയുന്നത് എക്സ് ആണ്, എസ് എലമെന്റ് ഓഫ് ജി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ കോൺജുഗസി ക്ലാസ് എടുത്തു അതിന്റെ സെൻട്രലൈസർ കൺസിഡർ ചെയ്യാണ്. അതുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന, ഇപ്പൊ യു ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് ഇസഡ് യു ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ സി ഓഫ് യുയിലെ എലമെന്റ്സിന്റെ എണ്ണവും ഇൻഡെക്സ് ഓഫ് ജി ഓവർ ഇസഡ് യു എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇനി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കണമെങ്കിൽ സി സ്റ്റാർ ഓഫ് യു, കാർഡിനാലിറ്റി ഓഫ് സി സ്റ്റാർ ഓഫ് യു ഈക്വൽ ടു the cosine S Z U star ആയിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പൊ എസിന്റെ കാർഡിനാലിറ്റി 120, സി സ്റ്റാറിന്റെ കാർഡിനാലിറ്റി 24, ഇസഡ് യു സ്റ്റാറിന്റെ കാർഡിനാലിറ്റി 5. ഓക്കെ, അപ്പൊ അതിൽ 5 എലമെന്റ്സ് ഉണ്ട്. 1 യു, യു സ്ക്വയർ, യു ക്യൂബ്, യു 5. അപ്പൊ ഈ എലമെന്റ്സിന്റെ കളക്ഷന് നമ്മൾ എന്ത് ചെയ്യാണ്? ഇസഡ് യു സ്റ്റാർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഈ എലമെന്റ്സ് ഒക്കെ ഈവൻ ആയതുകൊണ്ട് ഇസഡ് യു സ്റ്റാറും ഇസഡ് യുവും ഈക്വൽ ആണ്. സി ഓഫ് യുവിന്റെ കാർഡിനാലിറ്റി 12 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ യു ഒക്കെ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറയുന്നത് 1 2 3 4 5 ആണ്. യു സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1നെ 2ലേക്ക്
മാപ്പ് ചെയ്യുന്നു 2-ന് 3-ലേക്ക്. അപ്പൊ 1-ന് 3-ലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1352 എന്നായിരിക്കും യു സ്ക്വയർ കിട്ടുക. ഓക്കെ, പിന്നെ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോവാണ്. അതായത് സി ഓഫ് യുവിനും ഇസഡ് യുവിനും കോൺജുഗസി ക്ലാസ് ആയിട്ട് എടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ഇസഡ് സ്റ്റാർ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? കാർഡിനാലിറ്റി ഓഫ് എസ് ഡിവൈഡഡ് ബൈ കാർഡിനാലിറ്റി ഓഫ് സി സ്റ്റാർ ഓഫ് യു. ഓക്കെ, ഇനി ഇതിന്റെ കാർഡിനാലിറ്റി ഓഫ് എസ് എന്ന് പറഞ്ഞെങ്കിൽ ആ ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി ആണ്. അപ്പൊ 120 ഡിവൈഡഡ് ബൈ കോൺജുഗസി ക്ലാസ് യുവിന്റെ കോൺജുഗസി ക്ലാസ്സിലുള്ള എലമെന്റ്സ് 24, സോ വിച്ച് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് കാർഡിനാലിറ്റി ഓഫ് ഇസഡ് യു ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ഇസഡ് സ്റ്റാർ ഓഫ് യു ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി കോൺജുഗസി ക്ലാസ് ഓഫ് സി ഓഫ് യു എന്ന് പറയുന്നത് കാർഡിനാലിറ്റി ഓഫ് ജി ബൈ കാർഡിനാലിറ്റി ഓഫ് ഇസഡ് യു ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 6/5 വിച്ച് ഇസ് ഈക്വൽ ടു 12. പറയാം ജിക്ക് എന്തുണ്ട്? ജി ഹാസ് 5 ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിന്റെ ക്യാരക്ടർ കണ്ടുപിടിക്കാൻ പോവാണ്. ഇപ്പൊ ക്യാരക്ടർ കണ്ടുപിടിക്കുന്ന സമയത്ത് ക്യാരക്ടർ കണ്ടുപിടിക്കുകയാണ്. ക്യാരക്ടർ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം psi1 ഓഫ് എക്സ് എന്ന് പറയുന്ന 1 ആയിട്ട് ഡിഫൈൻ ചെയ്തു, ട്രിവിയൽ ക്യാരക്ടർ. ഇനി അടുത്തത് വരുന്നത് psi2 ഓഫ് എക്സ് എന്താണ്? എക്സ് മൈനസ് 1. ഓക്കെ, അപ്പം നമുക്കറിയാം psi2 ഓഫ് ജി ഒരു പെർമിറ്റേഷൻ ആയതുകൊണ്ട് psi2 ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫിക്സഡ് പോയിന്റ്സ് ഓഫ് പൈ ഓഫ് എക്സ് മൈനസ് 1 എന്ന് പറയുന്നതും ഒരു ക്യാരക്ടർ ആയിരിക്കും. psi2 ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് ഫിക്സഡ് പോയിന്റ് ഓഫ് പൈ ഓഫ് എക്സ് മൈനസ് 1 ആയിട്ട് അതായിരിക്കും അതിന്റെ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഈ psi2 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ഫിക്സഡ് ക്യാരക്ടർ ആണ്. അപ്പൊ 4, 0, 1, -1 ആയിരിക്കും ഇതിന്റെ ക്യാരക്ടേഴ്സ് വരെ. ഓക്കെ, ഇനി നമ്മൾ A4 എന്ന് പറയുന്നത് ജിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് ലീനിയർ ക്യാരക്ടർ പൊസസ് ചെയ്യും. അപ്പൊ സി ആൽഫ 1, 1, 2, 3, 4, 1, 2, 3, 1, 2, 3 സ്ക്വയർ. അപ്പൊ ഇതില് കോൺജുഗസി ക്ലാസ്സിലെ എലമെന്റ് ഇപ്പോ 1, 3, 4, 4. ഇനി ഇതിന്റെ ക്യാരക്ടർ 5 എന്ന് പറയുമ്പോൾ 1, 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. ഇ ഓഫ് 2πi/3 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ക്യാരക്ടർ 5g ആൽഫ എന്ന് പറയുന്നത് n/h ആൽഫ ഇൻറ്റു സിഗ്മ w പൈ ഓഫ് w ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ w എന്ന് പറയുന്നത് സി ആൽഫ ഇന്റർസെക്ഷൻ A4-ലെ എലമെന്റ് ആണ്. ഇനി n എന്ന് പറയുന്നത് g A4 ആണ്. അതായത് ഗ്രൂപ്പിൽ എത്ര എലമെന്റ് ഉണ്ട് ബൈ A4-ൽ എത്ര എലമെന്റ് ഉണ്ട്. സോ 60/12 വിച്ച് ഇസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ കോൺജുഗസി ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 5, 1, 5, 2 അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത്
phi1 of x, phi1g of x എന്ന് പറയുന്നത് 5/1 into 1 which is equal to 5. ഇനി phi2g of x എന്ന് പറയുന്ന സമയത്ത് 5/15 into 1 into 3. So which is equal to 1. ഇനി phi3g of x എന്ന് പറയുമ്പോൾ 5/20 into 4 which is equal to 1. ഇനി phi4g of x എന്ന് പറയുമ്പോൾ 5/24 into 0. It's equal to 5/4g of x. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ C4നും C5നും എന്തില്ല, എലമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ 5g എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയായിരിക്കും? 5 1 1 0 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ എന്തിനാ കണ്ടുപിടിക്കുന്നത്? ഇന്നർ പ്രോഡക്റ്റ് 5g restricted to g. ഇതെന്ന് പറയുന്നത് 1/g into sigma x element of g 5g of x into 5g of x inverse ആയിട്ട് into h alpha ആയിട്ട് ഡിഫൈൻ ചെയ്യാം. So which is equal to 1/60 into sigma. ഈ സമ്മേഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം 5g of x, ഇപ്പോൾ നമ്മൾ ഓരോ എലമെന്റ് എടുക്കുക. അപ്പൊ ആദ്യത്തെ എടുക്കുന്ന സമയത്ത് നമുക്ക് 5 into 5 plus 15 into 1 into 1 plus 20 into 1. അപ്പൊ ഇവിടെ 60/60 which is equal to 1 എന്നാണ്. അതായത് നമ്മളുടെ 5g equal to 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ക്യാരക്ടർ ആണ്. ഇത് ജിന്റെ ഒരു സിമ്പിൾ ക്യാരക്ടർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളിവിടെ ആദ്യം എപ്സിലോൺ എന്ന് പറയുന്നത് e of 2πi/5 ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ആൻഡ് ലാംഡ എന്ന് പറയുന്നത് ജിന്റെ ഒരു നോൺ ട്രിവിയൽ ക്യാരക്ടർ ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് u1 u സ്ക്വയർ u ക്യൂബ് u4 ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ n is equal to gu which is equal to 60/5 it's equal to 12. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് റെസ്ട്രിക്ട് ചെയ്യാണ്. C1 ഇന്റർസെക്ഷൻ u ഈക്വൽ ടു സെറ്റ് 1, C2 ഇന്റർസെക്ഷൻ u 5 ആണ്, C3 ഇന്റർസെക്ഷൻ u 5 ആണ്, and C4 intersection u set u comma u square, and C5 intersection u set u cube u5. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ lambda 1 ആണ്, lambda of 2 epsilon square, lambda of 3 epsilon cube, lambda of 4 equal to epsilon raised to 4, lambda raised to lambda of 5 1. That is lambda 1 g equal to n/h alpha into sigma over w phi of w. Okay, ഇനി phi1 of g equal to നമുക്ക് 12 ഉണ്ട് n by 1 into ഈ summation 1 ആണ്. So which is equal to 12. ഇനി lambda 2 g of it's equal to 12/15 into 0 which is equal to 0. Similarly lambda 3g equal to 0 and lambda 4g equal to 12/12 into lambda epsilon plus epsilon raised to 4. Okay, the lambda 5g equal to 12/12 into epsilon 5 plus epsilon cube which is equal to epsilon 5 plus epsilon cube. ഇപ്പോൾ നമ്മൾ lambda g ഡിഫൈൻ ചെയ്തിരിക്കുന്നത്
12, 0, 0, epsilon plus epsilon raised to 4, epsilon square plus epsilon cube. Okay. നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് നമുക്ക് ലാംഡ ജി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഇന്നർ പ്രൊഡക്റ്റ് നമ്മൾ എല്ലാത്തിലും ചെയ്യുന്നത് കോൺജുഗസി ക്ലാസ്, അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ എച്ച് ആൽഫ ലാംഡ അത് കണ്ടുപിടിക്കുക, അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്ന ആ ഒരു ഓർഡർ എപ്പോഴും ഓർത്തു വെക്കണം. സോ ലാംഡ ജി എന്ന് പറയുന്നത് 1/g ഇൻറ്റു സിഗ്മ ആൽഫ ഈക്വൽ ടു 1 to 5 h alpha lambda g of x lambda g of x inverse ആയിട്ട് ഡിഫൈൻ ചെയ്യും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/60 into 12 into 12 plus 0 into 0 plus 12 into epsilon plus epsilon raised to 4 plus 12 into epsilon cube plus epsilon square. So which is equal to 1/60 into 144 plus 12 into 1 plus epsilon square plus epsilon cube plus epsilon raised to 4. ഇവിടെ ഒരു 4 ഉണ്ട്, 4 plus ആണ്. സോ ഇതിനെ 1/60 into 144 plus 12 into 3. ബാക്കിയുള്ള ടേം 0 ആയിപ്പോവും. സോ ഇറ്റ്സ് ഈക്വൽ ടു 1/60 into 180. ഇറ്റ്സ് ഈക്വൽ ടു 3. ഓക്കെ. ആൻഡ് IG എന്ന് പറയുന്നത് എന്തല്ല, അപ്പൊ നമുക്ക് ലാംഡ ജി എന്ന് പറയുന്നത് ഇസ് നോട്ട് എ സിമ്പിൾ ക്യാരക്ടർ എന്നുണ്ട്. ഇസ് നോട്ട് എ സിമ്പിൾ ക്യാരക്ടർ. ലാംഡ ജി ഒരു സിമ്പിൾ ക്യാരക്ടർ അല്ല എന്നുള്ളത് കിട്ടി. ഓക്കെ. പക്ഷെ നമുക്ക് അതിന് 3 സിമ്പിൾ ക്യാരക്ടേഴ്സിന്റെ സം ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ. 3 സിമ്പിൾ ക്യാരക്ടേഴ്സിന്റെ സം ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്നർ പ്രോഡക്റ്റ് ലാംഡ ജി psi 1 എന്ന് പറയുന്നത് 1/60 into 12 plus epsilon raised to 4 plus epsilon square plus epsilon cube. Ide into 12 ആണ്. So it's equal to 1/60 into 12 minus 12. It's equal to 0. And inner product lambda g psi 2 എന്ന് പറയുമ്പോൾ 1/60 into 4 into 12 plus 0 plus 0 minus 1 into epsilon plus epsilon raised to 4 minus 1 into epsilon square plus epsilon cube. ഇത് എന്ന് പറയുന്നത് 1/60 into 48 plus 12. It's equal to 1. Inner product lambda g chi cube. It's equal to 1/60 into 5 into 12. It's equal to 1. ഇനി ലാംഡ ജി എന്ന് പറയുന്നത് psi 1 plus psi 3 plus psi 4 എന്ന് പറയുന്നത് ലാംഡ ജി minus psi 2 minus psi 3. ഈ psi 4 എന്ന് പറയുന്നത് എന്താണ്? Is a simple character. Psi 4 is a simple character. അപ്പൊ നമുക്ക് ഈ psi 4ന് എങ്ങനെ എഴുതാം? 3 minus 1 0 minus epsilon square minus epsilon raised to 4. ഈ എപ്സിലോണിന് നമ്മൾ എപ്സിലോൺ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മളുടെ ക്യാരക്ടർ ടേബിൾ ഫോർ A5 എടുക്കുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആണ്, ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാം. 1 ഇതിൽ കുറേ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നോക്കിയിട്ട് എഴുതണം. 1 2 1 2 3 4 5 ലാസ്റ്റ് ഇതിന്റെ സ്ക്വയർ 1 2 3 4 5 ഇതിന്റെ സ്ക്വയർ. സോ നമുക്ക് psi 1 psi 2 psi 3
cycle, cycle. 4, 0, -1, -1, -1, 5, 1, 1, 0, 0, 3, -1, 0, -2 cos 4 pi by 5. ഇവിടെയുള്ള ടേം -2 cos വേറെ പേജ് എടുത്തേക്കുന്നു. ക്ഷമിക്കണ്ട. ഇവിടെ 1, 2, 3, 4, 5 ഇതിന്റെ സ്ക്വയർ. ഇവിടെ വരുമ്പോൾ 1, -1, 0, -2 cos 4 pi by 5, -2 cos 2 pi by 5, 3, -1, 0, -2 cos 2 pi by 5, -2 cos 4 pi by 5. ഓക്കെ, ഇതായിരിക്കും A5ന്റെ ക്യാരക്ടർ ടേബിൾ. ക്യാരക്ടർ ടേബിൾ എന്തായാലും പഠിക്കാം. പിന്നെ ഇതിന്റെ ഡെറിവേഷനും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പറ്റുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി ഇപ്പോ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളില് നോർമൽ സബ് ഗ്രൂപ്പ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഉള്ളത്. നമുക്കറിയാം നോർമൽ സബ് ഗ്രൂപ്പ് ആണ്, ഒരു സബ് ഗ്രൂപ്പ് എച്ചിന് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? ഓക്കെ, നോർമൽ സബ് ഗ്രൂപ്പ്സ് പറയുകയാണെങ്കിൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, എച്ച് അതിന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ഫോർ സ്മോൾ എച്ച് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സ്മോൾ എച്ചിലെ ഏതൊരു എലമെന്റ് യു എടുത്താലും നമുക്ക് ഗ്രൂപ്പിൽ ഒരു എലമെന്റ് ടി കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റം ടി യു ടി ഇൻവേഴ്സ് എച്ചിൽ എലമെന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇനി പി എന്ന് പറയുന്നത് എച്ചിലെ ഒരു റെപ്രസെന്റേഷൻ ആണെങ്കിൽ നമുക്ക് അതിന് ഏതൊരു ടി ജിയിലെ ഫിക്സ് ചെയ്തിട്ടാണെങ്കിലും ഈ ബി ടി ഓഫ് യുവിന് നമുക്ക് ബി ഓഫ് ടി യു ടി ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു റെപ്രസെന്റേഷൻ ക്രിയേറ്റ് ചെയ്യണം. ബി ടി ഓഫ് യു ഇൻറ്റു ബി ടി ഓഫ് വി, ബി ഓഫ് ടി യു ടി ഇൻവേഴ്സ് ഇൻറ്റു ബി ഓഫ് ടി വി ടി ഇൻവേഴ്സ് ഇറ്റ്സ് ഈക്വൽ ടു ബി ഓഫ് ടി യു ടി ഇൻവേഴ്സ്. ഈ ടി ഇൻവേഴ്സ് ടി എന്താവും? 1 ആവും. അപ്പൊ ബി ഓഫ് ടി യു വി ടി ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു ബി ടി ഓഫ് യു വി. ഇനി സൈ എന്ന് പറയുന്നത് ബിന്റെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ബി ടി എന്ന് പറയുന്നത് സൈ ടി ഓഫ് യു വിച്ച് ഇസ് ഈക്വൽ ടു സൈ ഓഫ് ടി യു ടി ഇൻവേഴ്സ് ആണ്. ഓക്കെ, ബി ടി എന്ന് പറയുന്നത് സൈ ടി ഓഫ് യു വിച്ച് ഇസ് ഈക്വൽ ടു സൈ ഓഫ് ടി യു ടി ഇൻവേഴ്സ് ആണ്. ഇപ്പൊ ബിയും ബി ടിയും എന്താണ്? അതിന്റെ കറസ്പോണ്ടിങ് ക്യാരക്ടേഴ്സ് ആണ് സൈയും സൈ ടി. നമുക്ക് ഇതിന്റെ ഇന്നർ പ്രൊഡക്റ്റിന് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇന്നർ പ്രൊഡക്റ്റ് സൈ ടി റെസ്ട്രിക്റ്റഡ് ടു എച്ച് എന്ന് പറയുന്നത് 1/h ഇൻറ്റു സിഗ്മ യു എലമെന്റ് ഓഫ് എച്ച് സൈ ടി ഓഫ് യു ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. ഈ സൈ ടി ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? സൈ ഓഫ് ടി യു ടി ഇൻവേഴ്സ് ഇൻറ്റു സൈ ഓഫ് ടി യു ഇൻവേഴ്സ് ടി ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഇനി നമ്മൾ ഈ ടി യു ടി ഇൻവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാം? ഇസെഡ് ആയിട്ട് റീനെയിം ചെയ്തു. നമുക്ക് അപ്പൊ ഇതിനെ 1/h ഇൻറ്റു സിഗ്മ ഇസെഡ് എലമെന്റ് ഓഫ് എച്ച് സൈ ഓഫ് ഇസെഡ് ഇൻറ്റു സൈ ഓഫ് ഇസെഡ് ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ്
psi t restricted to h എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് psi, psi restricted to h. ഇവിടെ എല്ലാം നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഇവിടെ ഇസഡിനെ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് വേണ്ട ഫോമിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. psi എന്ന് പറയുന്നത് എച്ചിന്റെ ഒരു സിമ്പിൾ ക്യാരക്ടർ ആയിട്ട് കിട്ടും. ഓക്കെ, ഈ എച്ച് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ക്ലിഫോർഡ്സ് തിയറം. ഓക്കെ, ക്ലിഫോർഡ്സ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ കുറച്ച്, പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. 2nd 3rd മൊഡ്യൂൾ കുറച്ച് ടഫാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക് ക്ലിഫോർഡ്സ് തിയറം എന്ന് പറയുന്നില്ല, അതിന് പകരം നമുക്ക് 4th മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതില് നമ്മള് ട്രാൻസിറ്റീവ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, എങ്ങനെയാണ് റെപ്രസെന്റേഷനിൽ വരിക എന്നുള്ളതാണ് നോക്കുന്നത്. ജി എന്ന് പറയുന്ന ഒരു പെർമുട്ടേഷൻ ഗ്രൂപ്പ് ഓഫ് ഡിഗ്രി n ആണ്, ആക്ടിങ് ഓൺ n സിമ്പിൾസ് 1 2 3 എക്സെട്ര n. അപ്പോൾ ജിയിലെ ഒരു ടിപ്പിക്കൽ എലമെന്റ് ഒരു പെർമുട്ടേഷൻ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സ് മാപ്പിംഗ് ടു ആൽഫ എക്സ്, വേർ ആൽഫ എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര n ആണ്. അപ്പൊ നമ്മൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പെയർ ആൽഫ ബീറ്റ ബിറ്റ്വീൻ 1 and n എടുക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പെർമുട്ടേഷൻ എക്സ് ആൽഫ ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ആൽഫയിനെ ബീറ്റയിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു പെർമുട്ടേഷൻ എക്സ് ആൽഫ ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. ഈ ആൽഫയും ബീറ്റയും എന്താവണമെന്നില്ല, ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. എക്സ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് യുണീക്ക് ആവണമെന്നുമില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും കണ്ടുപിടിക്കാം, ഒന്നിൽ കൂടുതലും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ട്രാൻസിറ്റീവ് എന്ന് പറയും. ഇനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഏതൊരു ആൽഫ എടുത്താലും ഒരു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. നമുക്ക് അതിനെ കുറച്ചുകൂടി ആ ഒരു ഡെഫിനേഷൻ ഓഫ് ട്രാൻസിറ്റീവിനെ സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പി ആൽഫ എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് 1 പി ആൽഫ ഈക്വൽ ടു 1. അപ്പൊ 1നെ ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു പെർമുട്ടേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ 1 ഇൻറ്റു ആ പെർമുട്ടേഷൻ പി ആൽഫ ചെയ്യുന്ന സമയത്ത് ആൽഫ എന്ന് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു റെസ്ട്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ജി എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ബൈ ഡെഫിനേഷൻ നമുക്ക് പറയാം ഏതൊരു പെയർ ആൽഫ ബീറ്റ എടുത്താലും 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ്. അപ്പൊ ഈ എക്സ് ആൽഫ ബീറ്റ എന്ത് ചെയ്യാം, ആൽഫയെ ബീറ്റയിലേക്ക് മാപ്പ് ചെയ്യും അല്ലെ. ആൽഫ എക്സ് ആൽഫ ബീറ്റ ഈക്വൽ ടു ബീറ്റ. ഇനി ഇതിൽ ആൽഫ ഈക്വൽ ടു 1 ബീറ്റ ഈക്വൽ ടു ആൽഫ കൊടുത്താൽ നമുക്ക് 1 എക്സ് ആൽഫ ഈക്വൽ ടു ആൽഫ ആയിട്ട് കിട്ടും. ഓക്കെ, ഈ എക്സ് ആൽഫനെ നമ്മളുടെ പി ആൽഫ ആയിട്ട് റീനെയിം ചെയ്യും. ഇനി പി ആൽഫ എന്ന് പറയുന്നത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും, നമ്മൾ കോൺവേഴ്സ് നോക്കുകയാണ്. 1 പി ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇൻറ്റു പി ആൽഫ ഇൻവേഴ്സ് പി ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബീറ്റ ആയിരിക്കും. ഓക്കെ, കാരണം നമുക്കറിയാം 1 ഇൻറ്റു പി ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ആൽഫയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് രണ്ട് സൈഡും 1 ഇൻറ്റു പി ആൽഫ ആൽഫയാണ്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് പി ആൽഫ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു പി ആൽഫ ഇൻറ്റു പി ആൽഫ ഇൻവേഴ്സ് ഈക്വൽ ടു ആൽഫ പി ആൽഫ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് പി ആൽഫ ഇൻവേഴ്സ് 1 കിട്ടും. 1 ഇസ് ഈക്വൽ ടു ആൽഫ പി ആൽഫ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പി ബീറ്റ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 ഇൻറ്റു പി ബീറ്റ ഈക്വൽ ടു ആൽഫ പി ആൽഫ ഇൻവേഴ്സ് പി ബീറ്റ കിട്ടും. ഓക്കെ, അപ്പൊ 1 ഇൻറ്റു പി ബീറ്റ ഈക്വൽ ടു ആൽഫ പി ആൽഫ ഇൻവേഴ്സ് പി ബീറ്റ. 1 ഇൻറ്റു പി ബീറ്റ എന്തായിരുന്നു, ബീറ്റ. അപ്പൊ ബീറ്റ എന്ന് പറയുന്നത് ആൽഫ പി ആൽഫ ഇൻവേഴ്സ്
പി ബീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ആൽഫ ബീറ്റ എന്ന് പറയുന്ന എന്തായിട്ട് എടുത്താൽ മതി, നമ്മളുടെ പി ആൽഫ ഇൻവേഴ്സ് പി ബീറ്റ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പ് ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടും. ചെറിയ പ്രൂഫാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്റ്റെബിലൈസർ. ഒരു എലമെന്റിന്റെ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് സ്റ്റെബിലൈസ് ചെയ്യുക? നമ്മളിപ്പോൾ ഫ്രിഡ്ജിലും ടി വിയിലൊക്കെ സ്റ്റെബിലൈസർ വെക്കും അല്ലെ. നമ്മൾ എത്രയാണോ കറണ്ട് കിട്ടുന്നത് അത് നമുക്ക് അത്ര തന്നെ എനർജി നഷ്ടപ്പെടാതെ കിട്ടണം. സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ ഒരു പെർമിറ്റേഷന്റെ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 1 എടുക്കുകയാണെങ്കിൽ 1ന്റെ സ്റ്റെബിലൈസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1നെ ഫിക്സ് ചെയ്യുന്ന ദോസ് പെർമിറ്റേഷൻസ് ഓഫ് ജി വിച്ച് ലീവ് ദ സിമ്പിൾ 1 ഫിക്സഡ് ഫോം എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. 1നെ ഫിക്സ് ചെയ്യുന്ന പെർമിറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയാ, അതിന്റെ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ആൽഫയുടെ സ്റ്റെബിലൈസർ എന്തായിരിക്കും? ആൽഫയെ ഫിക്സ് ചെയ്യുന്ന പെർമിറ്റേഷൻ, അതാണ് ആൽഫയുടെ സ്റ്റെബിലൈസർ. ഓക്കെ, അപ്പൊ ജി എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റീവ് ഗ്രൂപ്പാണ്. 1, 2, 3 എക്സെട്ര n. അപ്പോൾ 1 into p alpha equal to alpha. അപ്പൊ h എന്ന് പറയുന്നത് 1ന്റെ സ്റ്റെബിലൈസർ ആണ്. ഓക്കെ, അതായത് 1നെ ഫിക്സ് ചെയ്യുന്ന എല്ലാ പെർമിറ്റേഷൻസിന്റെയും കളക്ഷൻ. അപ്പൊ ആൽഫയുടെ സ്റ്റെബിലൈസർ എങ്ങനെയായിരിക്കും? പി ആൽഫ ഇൻവേഴ്സ് എച്ച് പി ആൽഫ ആയിരിക്കും. പി ആൽഫ ഇൻവേഴ്സ് എച്ച് പി ആൽഫ ആയിരിക്കും. അത് എച്ചിനോട് ഐസോമോർഫിക് ആയിരിക്കും. ഈ ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് ആദ്യം എച്ചും എച്ച് ആൽഫ എടുത്തു. എച്ച് എന്ന് പറയുന്നത് 1ന്റെ സ്റ്റെബിലൈസറും എച്ച് ആൽഫ ആൽഫയുടെ സ്റ്റെബിലൈസറും ആണ്. ആൻഡ് യു എന്ന് പറയുന്ന എച്ചിലെ ഒരു ആർബിട്രറി എലമെന്റ് ആണ്. അപ്പോൾ 1ന്റെ സ്റ്റെബിലൈസർ ആയതുകൊണ്ട് അതിലുള്ള ഏത് എലമെന്റ് യു എടുത്താലും 1ന്റെ യു എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പി ആൽഫ ഇൻവേഴ്സ് യു പി ആൽഫ എടുത്തു ഈക്വൽ ടു 1. ഇനി രണ്ട് സൈഡും ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ പി ആൽഫ ഇൻവേഴ്സ് യു പി ആൽഫ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? അത് എച്ച് ആൽഫയിലെ എലമെന്റ് ഒക്കെ എങ്ങനെയാണ്? യുവിലെ ഫിക്സ് ചെയ്യുന്ന എലമെന്റ് ആണ്. അപ്പോൾ ഈ ആൽഫ പി ആൽഫ ഇൻവേഴ്സ് യു പി ആൽഫയുടെ കൂടെ ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ സാധനം എവിടെ ഉണ്ടാവും? എച്ച് ആൽഫയിൽ ഉണ്ടാവും. അപ്പൊ പി ആൽഫ, അപ്പോൾ ഇത് എച്ചിലെ ഏത് യു എടുത്താലും ട്രൂ അല്ലേ? യു എന്ന് പറയുന്ന എച്ചിലെ ഒരു ആർബിട്രറി എലമെന്റ് ആണ്. അതുകൊണ്ട് പി ആൽഫ ഇൻവേഴ്സ് എച്ച് പി ആൽഫ ഇസ് എ സബ്സെറ്റ് ഓഫ് എച്ച് ആൽഫ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കോൺവേഴ്സ്ലി വി എന്ന് പറയുന്നത് എച്ച് ആൽഫയിലെ എലമെന്റ് ആണ്. ആൽഫ വി എന്ന് പറയുന്നത് ആൽഫയാണ്. ഈ 1 into പി ആൽഫ ആൽഫയാണ്. ആൻഡ് ആൽഫ വി ഈക്വൽ ടു ആൽഫ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 into പി ആൽഫ വി ഈക്വൽ ടു 1 into പി ആൽഫ എന്നുണ്ട്. അപ്പൊ 1 into പി ആൽഫ വി പി ആൽഫ ഇൻവേഴ്സ്. സോ പി ആൽഫ വി പി ആൽഫ ഇൻവേഴ്സ് ഇസ് എൻ എലമെന്റ് ഓഫ് എച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡും കിട്ടി. പി ആൽഫ എച്ച് പി ആൽഫ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് ആണ്. തിരിച്ച് എച്ച് ആൽഫ ഇസ് എ സബ്സെറ്റ് ഓഫ് പി ആൽഫ ഇൻവേഴ്സ് എച്ച് പി ആൽഫ എന്ന് കിട്ടി. സോ വിച്ച് ഇംപ്ലൈസ് എച്ച് ആൽഫ ഈക്വൽ ടു പി ആൽഫ ഇൻവേഴ്സ് എച്ച് പി ആൽഫ. അതുകൊണ്ട് എച്ചിനോട് ഐസോമോർഫിക് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് പിന്നെ പറയാൻ പറ്റുന്ന ഒരു റിസൾട്ട് ആണ്, ഒരു പെർമിറ്റേഷൻ എക്സ് 1നെ ആൽഫയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കോസെറ്റ് എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ് എക്സ് എന്ന് പറയുന്നത് എച്ച് പി ആൽഫ എന്ന് പറയുന്ന കോസെറ്റിലായിരിക്കും ഉണ്ടാവുക. എച്ച് എന്ന് പറയുന്നത് 1ന്റെ സ്റ്റെബിലൈസർ ആണ്. അപ്പൊ ഇവിടെ 1 എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1നെ ആൽഫയിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ 1 into എക്സ് ആൽഫ ആയിട്ട് എടുത്തു. അപ്പൊ 1 into പി ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആൽഫയാണ്. പ്ലസ് എക്സ് എന്ന് പറയുന്നത് പി ആൽഫ ആയിട്ട് കിട്ടും. സോ എക്സ് എലമെന്റ് ഓഫ് എച്ച് പി ആൽഫ. കോൺവേഴ്സ്ലി നമ്മൾ എച്ച് പി ആൽഫയിൽ ഒരു എലമെന്റ് എടുക്കാം. അപ്പൊ നമുക്ക് എക്സിനെ യു പി ആൽഫ എന്ന് എഴുതാം, ഒരു യു എലമെന്റ് ഓഫ് എച്ച്. അങ്ങനെയാണെങ്കിൽ 1 into എക്സ് ഈക്വൽ ടു 1 into യു പി ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു 1 into യു പി ആൽഫ ഇറ്റ്സ് ഈക്വൽ ടു 1 പി ആൽഫ. കാരണം 1 into യു എന്താണ്? 1 ആണ്. യു 1ന്റെ സ്റ്റെബിലൈസർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ. ഇവിടെ ആൽഫ 1 to n വേരി ചെയ്യും.
അപ്പൊ ഇത് ജിന്റെ എല്ലാ പെർമുട്ടേഷൻസിനും ഹോൾഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ജി എന്ന് പറയുന്നതിന്റെ കോസറ്റ് ഡീകമ്പോസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻഡെക്സ് ഓഫ് ജി ഓവർ എച്ച് ഈക്വൽ ടു എൻ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ട്രാൻസിറ്റീവ് ഗ്രൂപ്പ് വിച്ച് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.